മോദി ജസ്റ്റിൻ ട്രൂഡോ ബന്ധം മൂലഞ്ഞതുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതായിരുന്നു. അതിലും വലിയ അബദ്ധമായി മാറി. കാരണം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഷെയറിംഗ് രാജ്യങ്ങളായ അമേരിക്കയോ ഓസ്ട്രേലിയയോ UK ഒന്നും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. ഏത് വിഷയത്തിൽ? ഈ നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഈ അമേരിക്ക പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ പോലും അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ശക്തിയാണത്. ഇന്ത്യയെ പിണക്കാൻ ഈ വൻശക്തി രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വീഴ്ച പറ്റി. അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ ആഘാതം കുറച്ചുകൂടി കൂട്ടുകയാണ് ചെയ്തത്. ശരിക്കും കള്ളനാണെങ്കിലും ഉണ്ടല്ലോ, ഒറ്റയടിക്ക് സത്യം പറയും. അപ്പം ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, പൊതുവെ ലെഫ്റ്റിസ്റ്റുകൾക്കും ലിബറലുകൾക്കും ആയ രാഷ്ട്രീയക്കാർക്ക് നല്ല കാലമല്ല ഇത്. ഒരു എന്താ പറയുക, ഒരു തണുപ്പൻ നയമാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അത് വലിയ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും രാജ്യത്തെ ആകമാനം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന മോദിയോട് കളിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചത്. അടുത്തൊരു ഭരണം വരുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് അവർക്കൊക്കെ ഉറപ്പായിരുന്നു. അങ്ങനെ അവരെല്ലാം പതിയെ ഇദ്ദേഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖലിസ്ഥാൻവാദികളുമായി അടുക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ഇന്ത്യയോട് ഉടക്കേണ്ടി വരുന്ന അവസ്ഥയും നിജ്ജർ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോട് ഉടക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നത്. അതല്ലാതെ ആദ്യം തന്നെ പോയി മോദിയോട് കളിക്കുകയല്ല ഉണ്ടായത്. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ്വ നമുക്കറിഞ്ഞൂടെ. അമ്മേന്ന് ശരിക്കും വിളിച്ചു. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ ഈ 8 ലക്ഷത്തോളം സിഖ് ജനസംഖ്യ ഉണ്ട് അല്ല അജിംസെ, 8 ലക്ഷത്തോളം സിഖ് ജനസംഖ്യ അവരുടെയൊക്കെ പിന്തുണ ലഭിക്കാൻ വേണ്ടി ഇവരെ സഖ്യകക്ഷി കൂടിയാണ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു നയം സ്വീകരിച്ചത്. അങ്ങനെയൊക്കെ സിഖുകാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ഖലിസ്ഥാൻവാദികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അത് ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കി എന്നൊരു നിരീക്ഷണം കൂടി പറയുന്നുണ്ട്. അതൊരു കാരണമായിരിക്കാം. പക്ഷെ അതാണ് മോദിയെ പേടിച്ച് അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിലുള്ള നറേറ്റീവ്സ് ഇന്ത്യ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല പ്രശ്നം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിലുപരിയായ പ്രശ്നങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് പിന്തുണ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഈ പാർട്ടിയെ പ്രീണിപ്പിച്ച് സർക്കാർ നിലനിർത്താൻ ശ്രമിച്ചെന്നുള്ള മറ്റൊരു കാര്യമാണ്. അല്ലാതെ മോദി ജസ്റ്റിൻ ട്രൂഡോ ബന്ധം മൂലഞ്ഞതുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതായിരുന്നു. അതിലും വലിയ അബദ്ധമായി മാറി. ഞാൻ പോകുന്നു. ബൈ.